നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി നൂലപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യട്ടോ ഈ രീതിയിൽ നൂലപ്പം റെഡിയാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല പഴുത്ത് പോയ നേന്ത്രപ്പഴമൊക്കെ കയ്യിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു തവണ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, എന്ത് സ്നാക്ക് ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു നൂലപ്പം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കും. അപ്പോൾ ഞാൻ 3 പഴുത്ത നേന്ത്രപ്പഴം ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കറുത്ത അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് വെള്ളം ചേർക്കാതെ ഈ രീതിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജാറിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമായിട്ടോ എടുത്തിട്ടുള്ളത്. അത് ആവിക്ക് വേവിക്കണം മസ്റ്റായിട്ട് കേട്ടോ, അല്ലാതെ നേരിട്ടങ്ങ് എടുക്കരുത്. പിന്നെ അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നോർമൽ നമ്മൾ പത്തിരിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഉണ്ട്, അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുപൊടി ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പഴം എടുക്കുന്ന സമയത്ത് നേന്ത്രപ്പഴം മാത്രമേ ഈ ഒരു ഇടിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ പഴങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിളച്ചിട്ടുള്ള വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നോർമൽ ഇടിയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രീതിയിലാണിത് മാവ് കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്ക് വേറൊരു ട്രേയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ചൂടോടുകൂടെ തന്നെ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കറക്റ്റ് വെള്ളമാവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓവർ വെള്ളമായാലും ഒട്ടിപ്പിടിക്കുക. നമ്മൾ ആവിക്ക് വേവിക്കുന്ന സമയത്ത് തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇത് മാറ്റാം. മാവ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നോർമൽ നമ്മൾ നൂലപ്പം എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ മസ്റ്റാണ് കേട്ടോ. തേങ്ങ ചേർക്കാതെ നമ്മൾ നൂലപ്പം ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലോ, പക്ഷേ ഇതിലേക്ക് തേങ്ങ മസ്റ്റാണ്. തേങ്ങ ഉണ്ടാകുമ്പോൾ കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതുപോലത്തെ തട്ടിലാട്ടോ, ഇഡ്ഡലി തട്ടിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ തടവി കൊടുത്തിട്ടുള്ള ഇഡ്ഡലി തട്ടിലേക്ക് ഇത് ആക്കി കൊടുക്കുന്നുണ്ട്. റൗണ്ടിലിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ മുകളിൽ മാത്രമായിട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 3 ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആവി വരുന്ന ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് നമുക്കിത് ആവിക്ക് വേവിച്ചെടുക്കാം. കുറഞ്ഞ സമയം മതിയിട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നോർമലായിട്ട് നമ്മൾ ഇടിയപ്പം എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അത്രയും ടൈം തന്നെ മതി. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 6 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ അല്ലെങ്കിൽ പഞ്ചസാര സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമയോ ചിക്കൻ കുറുമയോ ഒക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ, പഴത്തിൻ്റെ ആ ഒരു കുഞ്ഞു മധുരം ഉണ്ടാവും. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടവും. ഞാനിവിടെ പഞ്ചസാര കേട്ടോ ഇതിലേക്ക് സ്യൂട്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്